Good afternoon, all. Good afternoon, ma'am. 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 Hello, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആയിട്ട് വെക്കണം കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും ക്ലാസ്സിന്റെ. ഓക്കെ ആണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? Yes, ma'am. Yes, ma'am. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യാനുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്റർ 13 ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU ടോപ്പിക്. ICU ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് മാഡം. ഓക്കെ, നമ്മള് ICU ആണെന്ന് ഡിസ്കസ് ചെയ്യണത്. നമുക്കറിയാം. Name, please. അതിന്റെ പേരെന്താണ്? എന്റെ പേര് ട്രീസ. Sorry. ഓക്കെ, അപ്പൊ നമ്മള് സൗണ്ട് കുറവാണ്, ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കുന്നില്ല? ഓക്കെ ഓക്കെ ഏട്ടാ, ക്ലിയർ ആക്കാട്ടോ. ഓക്കെ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണത് ICU ആണ്. അപ്പൊ കേൾക്കുന്നുണ്ടോ? Name clear ആയില്ല. ക്ലിയർ അല്ലേ ഇപ്പോ? Okay, ma'am. ഓക്കെ, നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണതാണ്. ICU ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് നോർമലി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ ICU എന്നുള്ള ടേം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ
ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഹലോ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ശബ്ദം കൂടെ സൗണ്ട് അല്ലേ, ഡിസ്റ്റർബൻസ് അല്ലേ? ഓക്കെ ഓക്കെ, സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവില്ല. മേഡത്തിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ വേറൊരു ശബ്ദവും കൂടെ വരുന്നുണ്ട്. സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ ICU എന്നുള്ളത്. അപ്പോൾ ICU എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ യൂണിറ്റ് ഹോസ്പിറ്റൽ, നിങ്ങൾ ആ സ്ക്രീനിലും കൂടി ഒന്ന് നോക്കണേ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് ഓടിച്ച് വായിക്കണം. നോക്കാം. A unit in a hospital that provides intensive care for critically ill or injured patient, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. ICU എന്ന് പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് അല്ലെ. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണ് വേണ്ടിയിട്ടാണ് ICU എന്നുള്ള ഒരു സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം, തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസിനെയാണ് ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നോക്കാം. ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹാസ് എക്യുപ്മെന്റ്. ഈ ICUവിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ആൻഡ് ലൈഫ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ICUവിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാം, ഒരു മോണിറ്ററിങ് ഉണ്ടാവാം. ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ആ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോണിറ്റർ സിസ്റ്റം ഉണ്ട്. നമ്മളുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ടൈമിലും. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ICU റൂമിൽ വരുന്നത്. ഇനി നോക്കാം. പേഷ്യൻസ് മേ ബി റെഫേർഡ് എയ്തർ ഡയറക്ട്ലി ഫ്രം ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ ഫ്രം എ വാർഡ് ഇഫ് ദെയർ കണ്ടീഷൻ റാപ്പിഡ്ലി. പേഷ്യൻസിനെ നമുക്ക് എമർജൻസി ആയിട്ട് ICUയിലോട്ട് റെഫർ ചെയ്യുന്നു. എങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് റെഫർ ചെയ്യുന്നത്? ഇപ്പൊ മേ ബി പേഷ്യൻസ് ഒരു വാർഡിലാണ് ഓൾറെഡി അഡ്മിറ്റ് ആയിരിക്കുന്നെങ്കിൽ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ആ പേഷ്യൻസിന് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ശ്വസന സംബന്ധമായിട്ടുള്ളതോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ICUയിലോട്ട് അഡ്മിഷൻ എടുക്കും. അല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷം, ഒരു ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം ഉടൻ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ വ്യക്തിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമുക്ക് ICUയിലോട്ട് ആ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ICU എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചേർഡ് പേഴ്സണ് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഹോസ്പിറ്റലുകളിലെ ICU എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU? ആരൊക്കെയാണ് ICUയിൽ കെയർ ചെയ്യുന്നത് നോക്കാം. പേഷ്യൻസ് മേ ഹാവ് എ പ്ലാൻഡ് അഡ്മിഷൻ ആഫ്റ്റർ സർജറി. പ്ലാനഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ പ്ലാനഡ് ആയിട്ട് നേരിട്ട് ഡയറക്ട്ലി ആ വ്യക്തിയെ ഡയറക്റ്റ് ആയിട്ട് തന്നെ. ക്ലിയർ ആണോ പറയുന്നത്? MA എന്നുള്ളൊരു പേജ് ഓൺ ആണേ, ഒന്ന് ഓഫ് ചെയ്യാൻ പറയൂ. ഹലോ, ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആണോ? ഒന്നും കേൾക്കുന്നില്ല മിസ്. കേൾക്കുന്നില്ല നിങ്ങള്? രമ്യ എന്നുള്ളൊരു പേജ് ഓൺ ആണേ. ഹലോ, പറഞ്ഞോളൂ. രമ്യ എന്നുള്ളൊരു പേജ് ഓൺ ആണേ, ഒന്ന് ഓഫ് ചെയ്യാൻ പറയൂ.
ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? യെസ് മാം. ക്ലിയർ ആണ് മാം. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അത് ടെക്നിക്കൽ പ്രോബ്ലംസ് കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. നമ്മൾ ആരെയൊക്കെയാണ് ICUയിൽ കെയർ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. പേഷ്യൻസ് മേ ഹാവ് എ പ്ലാൻഡ് അഡ്മിഷൻ ആഫ്റ്റർ സർജറി ആൻഡ് അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്. പ്ലാനഡ് ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ടാവും, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് ഉണ്ടാവും. പ്ലാനഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു, സർജറി ഓൾറെഡി സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള അഡ്മിഷൻസ് ആണ് പ്ലാനഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് എന്ന് പറയുന്നത്. അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ ബ്രെയിനിൽ അങ്ങനെ ഗുരുതരമായിട്ട് ഇപ്പൊ ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയോ അങ്ങനെ തലയ്ക്ക് പരിക്കുകളൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ICUയിലോട്ടാണ് അഡ്മിഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മള് പ്ലാനഡ് അഡ്മിഷനും ഉണ്ട്, അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻസ് ഉണ്ട്. ഇനി some hospital ICU specialize in providing care for particular health condition or injuries that include. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇനി നമുക്ക് ICUയിലോട്ട് അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് പോയിന്റുകളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പോയിന്റുകൾ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സെർവർ ബേൺസ് അല്ലെ, അതായത് കഠിനമായ പൊള്ളലുകൾ, തീപ്പൊള്ളലുകൾ മൂലം വരുന്ന ആ ഒരു പേഷ്യൻസിനെ നമുക്ക് ഡയറക്ട്ലി ICUയിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, റെസ്പിറേറ്ററി ഫെയിലിയർ. റെസ്പിറേറ്ററി അതായത് ശ്വസനാവസ്ഥയിലായിട്ടുള്ള ഫെയിലിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു വ്യക്തിനെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ICU അഡ്മിഷൻ എടുക്കാം. ഇനി കാർഡിയോ തൊറാസിക് സർജറി. കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുമ്പോൾ തൊറാസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ വരുന്ന എന്തെങ്കിലും ത്രോട്ട് പ്രോബ്ലംസോ അല്ലെങ്കിൽ ത്രോട്ടിന്റെ ഓപ്പൺ സർജറിയോ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ഡയറക്ട്ലി ICUയിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് സ്പൈനൽ സർജറി, അതുപോലെ തന്നെ സ്പൈനലിൽ നമുക്ക് വരുന്ന സർജറീസിനൊക്കെ കൂടുതലായിട്ടും ICU പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മേജർ ട്രോമ. ട്രോമ മീൻസ് എന്താണ്? അതായത് വലിയ ആഘാതം, എന്തെങ്കിലും ശക്തമായ വീഴ്ചകൾ വരാം, അല്ലെങ്കിൽ ഇപ്പൊ ഇൻ കേസ് ആക്സിഡൻസിലൊക്കെ അതുപോലെ ഭയങ്കര ആഘാതത്തോടെയുള്ള വണ്ടികൾ കൂട്ടിമുട്ടൽ മൂലം ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ വ്യക്തികൾ, അങ്ങനെയുള്ളവരേക്ക് നമുക്ക് ഓൾറെഡി ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ്. നമുക്ക് ഓർഗൻസ് ഒക്കെ ഇപ്പൊ അവയവങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് തീവ്രമായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളും നമ്മൾ ഡയറക്റ്റ്ലി ICUയിലോട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇനി സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണുബാധകൾ മൂലം ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോ ബ്ലഡിലോട്ട് ഇൻഫെക്ഷൻ ആവുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് ഒക്കെ വരുമ്പോഴും നമ്മൾ ICU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഹൃദയാഘാതം മൂലം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കും നമ്മൾ എന്ത് ചെയ്യാം, ICUയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോമൺ ടൈപ്സ് ഓഫ് ICU. നമുക്കറിയാം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ICUകൾ കാണാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഇപ്പോ ആസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ സെക്ഷനും ഡിഫറെന്റ് ആയിട്ടുള്ള ICUകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കാർഡിയാറ്റിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, അതായത് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെയാണ് CICU ഉപയോഗിക്കുന്നത്. ICU ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ആ ഷോർട്ട് ഫോം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ കോമൺ ടൈപ്സ് ഓഫ് ICUവിന്റെ ഷോർട്ട് ഫോം ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി സെക്കൻഡ് വൺ, കാർഡിയോവസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് അല്ലെ, അതായത് ഹൃദയത്തെയും അതുപോലെ തന്നെ രക്തധമനികളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ICU ആണ് ഈ കാർഡിയോവസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CVPS ICU. ചിലപ്പോൾ ഫുൾ ഫോം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
അതായത് ഗ്യാസ്ട്രോസെൻസിറ്റില് ഫെയിലിയർ ആയിട്ടുള്ള, അതായത് ദഹന പ്രക്രിയയില് അല്ലെങ്കിൽ ദഹനനാളത്തില് പരാജയം സംഭവിക്കുന്നത്, ദഹനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ വരുന്ന പേഷ്യൻസിനുള്ളതാണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വരുന്നത് ഇപ്പോ പൾമണറി എക്സ്പേർട്ട് ഉണ്ടാകാം. മെഡിക്കൽ ഇന്റൻസീവ് പൾമണറി മീൻസ് നമുക്കറിയാം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് മെഡിക്കൽ MICU എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ NICU. NICU നമ്മൾ കോമൺലി കേട്ടിട്ടുള്ളതായിരിക്കാം, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കാം NICU അല്ലെ. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ, നവജാത ശിശുക്കള്, കുഞ്ഞുങ്ങള് ജനിച്ചുടനെ എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ NICUലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ന്യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്തിഷ്കത്തിന് അല്ലെങ്കിൽ നട്ടെല്ലിന് എന്തെങ്കിലും ആഘാതമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രണ്ടും NICU ആണോ? ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഷോർട്ട് NICU അല്ല. NICU എന്ന് പറയുന്നത് നമ്മൾ നവജാത ശിശുക്കൾക്ക് വേണ്ടി മാത്രമുള്ള ICU. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം ന്യൂറോ ഇന്റൻസീവ്. അതിന് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പറയുന്നില്ല. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. NICU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ SNCU പറയണ എന്താ? കുഞ്ഞുങ്ങളുടെ ചിലയിടത്ത് SNCU, ചില സ്ഥലത്ത് SNCU എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ? കോമൺലി ഇപ്പൊ മെയിൻ ആയിട്ട് NICU എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഈ ഗവൺമെന്റിലൊക്കെ SNCU ഉണ്ടല്ലോ, അതെന്താ? ഗവൺമെന്റിൽ അല്ലേ? ഓക്കെ. നമുക്ക് ഇപ്പോ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാണ് ഇപ്പൊ കൂടുതലായിട്ട് NICU ഇങ്ങനെ സെക്ഷൻസ് പറയുന്നതല്ലോ. അതാണ് നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യണേ കേട്ടോ. പറയാട്ടോ ഒന്ന്. ICU ഉള്ള ഗവൺമെന്റിലൊക്കെ ഇല്ലേ? അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് SNCU എന്നൊക്കെ പറഞ്ഞു. കുട്ടികളുടെ തന്നെ വരുന്നത്. അത് സർജിക്കൽ അല്ല വരുന്നത്, സർജിക്കൽ ICU ആണ്. അത് SICU അല്ല, കുഞ്ഞുങ്ങളുടെയും SNCU എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സർജിക്കൽ നമുക്ക് വരുന്നുണ്ട് SICU. കുഞ്ഞുങ്ങളുടെ SNCU എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഷോർട്ട് ഫോം എന്താ മാഡം? കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലാണോ? അല്ല, ഈ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ SNCU എന്നാ കൊടുത്തേക്കണേ, NICU എന്നല്ല. SNCU എന്തിന്റെ ഷോർട്ട്? SICU നമ്മൾ ഷോർട്ട് സർജിക്കൽ നിയോനേറ്റൽ വേണ്ടാണ്. സർജിക്കൽ നിയോനേറ്റൽ. ഓക്കെ. കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നാണ്. അപ്പോ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായത് കുട്ടികളുടെ മാത്രം സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. NICU എന്ന് പറഞ്ഞാല് നവജാത ശിശുക്കളുടെയാണ് വരുന്നത്. നിങ്ങളൊന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് SICU എന്ന് പറയുന്നത്. ഇനി ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, വലിയ ആഘാതത്തിലും വീഴ്ചകളിലൊക്കെ സംഭവിക്കുന്നവരെയാണ് TICUല് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഒരു ഓർഗനൈസേഷണൽ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ഓപ്പൺ യൂണിറ്റ്. All attending physicians may admit and care for patient. Triage decision falls on director of ICU when there is bed or staff shortage. നോക്കാം. ഓപ്പൺ യൂണിറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും രോഗികളെ അഡ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ പരിപാലിക്കാനും കെയർ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ആ ഡോക്ടേഴ്സിനുണ്ട്. ഇനി ജീവനക്കാരുടെ കുറവോ അല്ലെങ്കിൽ ഡിസിഷൻ ഫോൾസ് ഓൺ ഡയറക്ടർ ഓഫ് ICU when there is bed or staff shortage. സ്റ്റാഫ് ഷോർട്ടേജോ അല്ലെങ്കിൽ ബെഡ് അവൈലബിലിറ്റിയുടെ പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡയറക്ടർ ആയിരിക്കും. ഒരു ICUവിന് ഒരു ICU ഡയറക്ടർ ഉണ്ടാകും. ഇപ്പോൾ ഷോർട്ടേജുകൾ വരുന്ന, സ്റ്റാഫിന്റെ കുറവുണ്ടോ അല്ലെങ്കിൽ ബെഡ്സ് അവൈലബിലിറ്റി കുറവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് ഒരു ICU ഡയറക്ടറെയാണ്. ഇനി ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ് ഈസ് ദാറ്റ് this physician might not have received specialized training for
മാനേജിങ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. അതായത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആ ഫിസിഷ്യന് ചിലപ്പോൾ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ലഭിച്ചിട്ടില്ലായിരിക്കാം. അതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ക്ലോസ്ഡ് യൂണിറ്റ്. ക്ലോസ്ഡ് യൂണിറ്റിൽ പറയുന്നത് ഡയറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാകാം. അഡ്മിഷനും ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് ഈ ഡയറക്ടറും ICU ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാവാം. ഈ രണ്ട് പേരാണ് അഡ്മിഷനും അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്നത്. Once the patient is admitted, the unit team takes case of by collaborating with admitting team for efficient patient care. അല്ലെ, അതായത് ഒരു രോഗിയെ നമ്മൾ ICU പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് ആ ഒരു യൂണിറ്റ് ടീമാണ്, അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാവും അവിടെ. ഒരു ICU എന്ന് പറയുമ്പോൾ ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ടീമായിരിക്കണം കാര്യക്ഷമതയോടെ ആ രോഗി പരിചരണത്തിന് പ്രവർത്തിക്കണം. അല്ലെ, അവര് സഹകരണാത്മകത്തോടെ അവരായിരിക്കണം അവിടെ പ്രവർത്തിക്കേണ്ടത്. ഇനി അതിന്റെ നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷൻ. അവര് മോർ ടൈംലി പേഷ്യന്റിനെ കൂടുതൽ സമയം ഇവാലുവേഷൻ ചെയ്യും, അതിനുള്ള ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷൻ ആയിട്ട് അവർ ചെയ്യും. കാരണം കൂടുതൽ രോഗികളെ നിരീക്ഷിക്കും, അവരുടെ എന്താണ് റിക്കവറി ആയോ, എങ്ങനെയാണ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള് മോർ ടൈംലി അവരെ പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇനി ഇന്റൻസീവ് സ്റ്റാഫ് സ്പെഷ്യലി ബൈ സ്കിൽഡ് ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും അവിടെ ICUവിൽ ആ ടീമിൽ ഉള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാഫിംഗ്, എങ്ങനെയുള്ള സ്റ്റാഫിംഗ് ഒക്കെയാണ് ICUവിൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാഫ് ടീമിൽ വരുന്നത് ഒരു ICU ഇൻചാർജ് ഉണ്ടാവും. നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ ഓരോ വാർഡിലൊക്കെ, കുട്ടികളുടെ വാർഡ് ആയിക്കോട്ടെ, മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, അപ്പൊ ഓരോ വാർഡിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ഡോക്ടർ ഇൻചാർജ് ഉണ്ടാവും, ഒരു നഴ്സ് ഇൻചാർജ് ഉണ്ടാവും. അപ്പൊ ആ നഴ്സാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓരോ വ്യക്തികളുടെ സമ്മറി എടുക്കുന്നതും റിപ്പോർട്ട് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഇൻചാർജ് ആയിരിക്കും. അപ്പൊ ICUവിലും അതുപോലെ ഒരു ഇൻചാർജ് ഉണ്ട്, ആ ICU ഇൻചാർജ് എന്ന് പറയുന്നത്. ഇനി ഒരു റെസിഡന്റ് ഡോക്ടർ ഉണ്ടാവാം, ഒരു സീനിയർ ഡോക്ടർ ഉണ്ടാവാം, ഒരു ജൂനിയർ ഡോക്ടർ. അത് ICUവിലെ ഡോക്ടർ സ്പെഷ്യൽ ആയിട്ട് ഡേ ടു ഡേ അവിടെ ആ ഡോക്ടർ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യലി പാർട്ട് ഓഫ് ആൻ ICU. ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടാവാം. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർഡിയോ അല്ലെങ്കിൽ പൾമണറി, ശ്വാസകോശം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെഡിസിനില് പരിശീലനം നേടിയ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലകനാണ് ഈ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അവര് റെസ്പിറേറ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ബിരുദം എടുത്ത വ്യക്തിയാണ് ഈ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അതായത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്നുള്ള അതിന്റെ ഒരു സെക്ഷൻ അവര് ആ ഒരു കോഴ്സ് ബിരുദം എടുത്ത് പഠിച്ച വ്യക്തികളായിരിക്കും ഈ തെറാപ്പിസ്റ്റ്. അപ്പൊ അവരാണ് ICUവിൽ ഒരു എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആണ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഹൈലി ട്രെയിൻഡ് ആൻഡ് എബവ് ആവറേജ് കോമ്പിറ്റൻസ്. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫ്. മറ്റ് സ്റ്റാഫുകളെ പോലെയുള്ള ICU സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അവിടെ ഉള്ളത്. ഇനി റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ്. ഇനി നഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 or 1:2. അതായത് ഒരു രോഗിക്ക് ഒരു നഴ്സ് അല്ലെങ്കിൽ 2 രോഗിക്ക് ഒരു നഴ്സ് എന്ന ക്രമത്തിലായിരിക്കും ICUവിലെ പേഷ്യൻസിന്റെ നഴ്സ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് അല്ലെങ്കിൽ 2 പേഷ്യന്റിന് വേണ്ടി ഒരു നഴ്സ്. അപ്പൊ അവരായിരിക്കും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ രോഗിയുടെ കെയറിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇനി ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICU ടെക്നീഷ്യൻസ്മാരുണ്ടാവും. നമ്മൾ ഫസ്റ്റ്ലി പിക്ചറിൽ കണ്ടായിരുന്നില്ലേ, നമ്മൾ അവിടെ ഒരു ICUവിൽ മോണിറ്റർ ഉണ്ട്, പിന്നെ ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അത് ICU ടെക്നീഷ്യൻസ്മാരാണ്. കാരണം അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിയുന്ന വ്യക്തികളായിരിക്കണം എല്ലാം നമ്മൾ ICUവിൽ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ICU ടെക്നീഷ്യൻസ് ഉണ്ടാവും. ഇനി അതുകൂടാതെ നഴ്സിംഗ് എയ്ഡ്സ് ഉണ്ടാവാം. നഴ്സിംഗ് എയ്ഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വാർഡ് ബോയ്സ് ഉണ്ടാവാം, ഫീമെയിൽ അറ്റൻഡൻസ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഡോക്ടറും സ്റ്റാഫുകളും ഒഴിച്ച് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവാം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ICUവിലും അങ്ങനെ തന്നെ നഴ്സസിന് പുറമെ ഒരു വാർഡ് ബോയ്സ് ഉണ്ടാവാം, ഫീമെയിൽ ആയിട്ടൊരു അറ്റൻഡർ ഉണ്ടാവാം, സ്വീപ്പേഴ്സ് ഉണ്ടാവാം, ക്ലീനിങ് സ്റ്റാഫുകൾ.
ഇത്രയും പേരൊക്കെ അടങ്ങുന്നതാണ് ഒരു സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ICUന്റെ. നെക്സ്റ്റ് നമ്മൾ പോണേണ് രജിസ്ട്രാർ ഇൻ ICU. നമ്മൾ കോമൺലി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു നെയിമാണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന ആൾ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോ ICUയിൽ എങ്ങനെയാണ് രജിസ്ട്രാർ ഇൻ ICU എന്ന് നമുക്ക് നോക്കാം. വൺ സീനിയർ റെസിഡന്റ് who becomes registrar post MD will always be on duty. He അല്ലെങ്കിൽ she can be consultant later after few years of attaining experience. അല്ലെ, അതായത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു റെസിഡന്റ് ഉണ്ടാകാം. അദ്ദേഹം ഒരു പോസ്റ്റ് MD ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകാം. വിൽ ബി ഓൾവേസ് ഓൺ ഡ്യൂട്ടി. അദ്ദേഹം എപ്പോഴും ഡ്യൂട്ടിയിൽ ആയിരിക്കാം. ICU ഡ്യൂട്ടിയിലാണ് അദ്ദേഹം. സീനിയർ റെസിഡന്റ് ആണ്, പോസ്റ്റ് MD ആയിരിക്കാം. ഇപ്പൊ ഒരു സ്ത്രീ ആവാം, അല്ലെങ്കിൽ ഒരു മെയിൽ ആവാം, ഫീമെയിൽ ആകാം. ഹി ക്യാൻ കൺസൾട്ടന്റ് ബി ആഫ്റ്റർ. അദ്ദേഹത്തിന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു ഫ്യൂ ഇയേഴ്സിന് ശേഷം അദ്ദേഹത്തിന് കൺസൾട്ടന്റ് ആയിട്ടും ചെയ്യാം അല്ലെങ്കിൽ പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ഇനി ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ്. ഇപ്പൊ നമ്മൾ നഴ്സിംഗിന്റെ തന്നെ പറഞ്ഞു, സീനിയർ സ്റ്റാഫ് ഉണ്ടാവാം, ജൂനിയർ സ്റ്റാഫ് ഉണ്ടാവാം. അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്. ഇനി നെക്സ്റ്റ്, the senior resident has the right to start and perform emergency treatment which may be inevitable. Without permission, later consultant must be informed. ഇനി സീനിയർ റെസിഡന്റിന് എന്തിനുള്ള അവകാശമുണ്ട്? ഇപ്പോ എമർജൻസി ട്രീറ്റ്മെന്റ് നൽകാനും, കാരണം അവർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതിനാൽ തന്നെ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു റൈറ്റ് സീനിയർ പേഴ്സൺ ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ നമ്മൾ നോക്കിയത് സീനിയർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഇൻ ICU ആണ്. ഇത് നമ്മൾ നോക്കുന്നത് ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ, ജൂനിയർ ആണ് നോക്കാൻ പോകുന്നത്. വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ് ഉണ്ടാവാം, അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ ട്രെയിനിങ് ഉണ്ടാവാം. വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും, നൈറ്റിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, അത്യാവശ്യത്തിനൊക്കെ ചെല്ലുമ്പോൾ. അതുപോലെ ICUയില് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാവാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ആ ഒരു ലെവലിലുള്ള ഒരു ഡോക്ടർ ആയിരിക്കാം. അപ്പൊ അദ്ദേഹം എന്താണ്, ഡേ ആൻഡ് നൈറ്റിൽ അവൈലബിൾ ആയിരിക്കും എപ്പോഴും. ഇനി സെക്കൻഡ്, ദ ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ് വൈൽ ഇൻ ICU ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറീസ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ് അപ്പോ? അതായത് ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, പ്രിപ്പയറിംഗ് സമ്മറി. റെക്കോർഡ്സ് മീൻസ് എന്താണ്, നമ്മൾ ഓരോ ദിവസവും ഓരോ വ്യക്തിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിന് വരും അല്ലെങ്കിൽ മെഡിസിൻസ്, അപ്പൊ എല്ലാ കാര്യങ്ങളും അവർ വന്നൊന്ന് ഒരു പേപ്പറിൽ നമ്മളുടെ ഡീറ്റെയിൽ ഈ പേഷ്യൻസിന്റെ കുറിച്ചിടാറുണ്ട് അല്ലെ, അതിനാണ് നമ്മൾ ഈ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിപ്പയറിംഗ് സമ്മറി, ആ റെക്കോർഡിൽ നിന്നൊക്കെ ഒരു സമ്മറി തയ്യാറാക്കേണ്ടതൊക്കെ ഈ ജൂനിയർ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ഡോക്ടറിന്റെ കടമയാണ്. ഇനി ICU അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു. ICUയിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത് ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം ആ ഡോക്ടർ ഈ ഒരു രോഗിയുടെ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടാണോ പേഷ്യൻസിന് പോകുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി മെഡിസിൻ നൽകിയിട്ടുണ്ടെങ്കിൽ അയാള് റിക്കവർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഒരു രോഗിയെ ICUയിലോട്ട് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഒരു രോഗിയെ അഡ്മിഷൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നോക്കുന്നത്. നിങ്ങൾ പോയിന്റ് ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ICU admission criteria. To optimize ICU resources and enhance outcome, ICU admissions should be guided on the basis of combination of factors. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ICU അഡ്മിഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, prioritization in accordance with the patient's severity of illness. രോഗിയുടെ അല്ലെങ്കിൽ ആ രോഗിയുടെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഴ്സണെയാണ് അല്ലെ, അത്രയും ബുദ്ധിമുട്ടുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുന്ന ഒരു പേഴ്സണെയാണ് നമ്മൾ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രോഗിയുടെ രോഗത്തിന്റെ എന്താണ് തീവ്രതയ്ക്ക് അനുസരിച്ച് മുൻഗണന കൊടുക്കും. അങ്ങനെയുള്ള രോഗികളെയാണ് ഫസ്റ്റ്ലി ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ്. അതായത് ഇപ്പൊ അവർക്കൊരു ലൈഫ് സപ്പോർട്ട് വേണം എന്നുള്ളൊരു പേഷ്യൻസ് ഉണ്ടാവാം. ഇപ്പോ എന്താണ് ശ്വാസകോശ സംബന്ധമായിട്ട് അവർക്ക് ശ്വസനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലപ്പോൾ എന്താണ് ഇപ്പൊ ഓക്സിജന്റെ അഭാവം, അങ്ങനെ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥ,
അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മെഷീൻസിന്റെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ലൈഫ് സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ള ഒരു രോഗിക്ക് തീർച്ചയായിട്ടും എന്താണ് ICUലോട്ട് അഡ്മിഷൻ നൽകും. ഡയഗ്നോസിസ് ആൻഡ് പ്രോഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രോഗനിർണയം അല്ലെ, രോഗിയുടെ രോഗം നിർണയിച്ചിട്ടുണ്ടെങ്കിലും പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രവചിച്ച് ഡോക്ടർ ഇപ്പോ പല പല ടെസ്റ്റുകളിലൂടെയും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്ത് രോഗിക്ക് ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഈ വ്യക്തിക്ക്, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നൽകണം എന്നൊക്കെയുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേഷ്യൻസിനെയും എന്ത് ചെയ്യാം, ICUലോട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി പൊട്ടൻഷ്യൽ ബെനഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് അല്ലെ, അപ്പൊ അതായത് ഇടപെടലുകളിൽ നിന്നും പ്രയോജനം നമുക്ക് ലഭിക്കും. അതായത് മറ്റു ഇപ്പോ വാർഡുകളിലോ അങ്ങനെ കിടക്കുന്നതിന് പകരം അയാളെ ICUലോട്ട് തന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ റിക്കവറി ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വന്നാൽ പോലും നമ്മൾ ICUലോട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ബെഡ് അവൈലബിലിറ്റി. ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റലുകളിൽ നിന്നും മറ്റു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് രോഗികളെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ബെഡ് അവൈലബിൾ ആണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ ചിലപ്പോൾ രോഗിയെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ബെഡ് അവൈലബിലിറ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബെഡ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അർത്ഥമുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം ഒരു ICUല് ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കേണ്ട ഒരു സെക്ഷൻ ആണ് ICU എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനായിട്ടുള്ള സ്പെഷ്യലി ട്രെയിനഡ് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ICUയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഓരോ ദിവസത്തെ ഡേ ടു ഡേ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കണക്ഷൻ വിത്ത് ദ പേഷ്യന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ഇൻ ICU. പേഷ്യൻസ് ആയിട്ട് നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ആയിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഈ ICU സ്റ്റാഫുകൾക്ക് ഡോക്ടർ നേഴ്സ് എല്ലാവർക്കും അടക്കം ഒരു നെസസറി ആയിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും പേഷ്യൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷൻ. റൊട്ടീൻ ICU rounds shall be held in morning at 9 to 11 AM under whom patient is admitted അല്ലെ. അതായത് എന്താണ് ഒരു പേഷ്യൻസ് എന്താണ് അഡ്മിറ്റ് ചെയ്ത് ഒരു നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോൾ വാർഡിലൊക്കെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമുക്കറിയാം രാവിലെ തന്നെ മോർണിംഗിൽ ഡോക്ടർ വന്നൊരു ടൈം ഉണ്ടാവും. അപ്പൊ ഡോക്ടർ റൗണ്ട്സിന് വരും. റൗണ്ട്സിന് വന്നിട്ട് നമ്മളുടെ ഓരോ നഴ്സസിന്റെ നമ്മുടെ എന്താണ് സമ്മറി നോക്കും, റിക്കവറി ആവുന്നുണ്ടോ, ഇപ്പൊ പഴയ അവസ്ഥയിൽ നിന്ന് ഓരോ ദിവസം വരുമ്പോഴും അങ്ങനെ റിക്കവറി ആവുന്നുണ്ടോ, വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ICUവിലെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് 9 AM to 11 AM ആണ് ആ ഒരു റൗണ്ട് ടൈം എന്ന് പറയുന്നത്. ആ ടൈമിലാണ് മേജർ ആയിട്ടുള്ള ഡിസിഷൻസും ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഡോക്ടർ ഈ വ്യക്തികളുടെ റൗണ്ട്സിന് വരുമ്പോൾ റെക്കോർഡുകളും അല്ലെങ്കിൽ ഡീറ്റെയിൽസും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. ഇനി ദ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റഡ് പേഷ്യന്റ് ഈസ് റിട്ടൺ ബൈ senior resident posted in ICU. Extensive care is given to patient. അതായത് the treatment initiated patient is written by അതായത് ട്രീറ്റ്മെന്റിന്റെ ഇനിഷ്യേറ്റഡ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിട്ടേൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഒരു റെക്കോർഡ് സമ്മറി എല്ലാം ചെയ്യുന്നത് ഗിവൺ ടു പേഷ്യന്റ് അല്ലെങ്കിൽ സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യുന്നത്. അപ്പോ ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ്. നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഡിസ്ചാർജ് പ്രൊസീജിയർ. നോർമലി നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഡിസ്ചാർജ് പ്രൊസീജിയർ ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ബില്ല് അടക്കണം, പിന്നെ ഇനി എന്തെങ്കിലും ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടാനുണ്ടോ, ഡോക്ടർ ചിലപ്പോൾ റിസൾട്ട് കാണിക്കാൻ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ ബിൽ പേയ്മെന്റിന്റെ ഉണ്ടാവും, ഫാർമസിയിൽ ചിലപ്പോൾ മെഡിസിൻസ് വാങ്ങിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ ഈ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് മാത്രമേ പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ICU ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്ചാർജ് പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് ഹു ആർ റിക്കവേർഡ് ആൻഡ് സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. ഇപ്പോ പേഷ്യൻസ് അദ്ദേഹം എന്താണ് ആ വ്യക്തി റിക്കവർ ആയി അല്ലെങ്കിൽ സ്റ്റഡി ആയി അങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ആള് റിക്കവറി ആയെങ്കിൽ പിന്നെ നമുക്ക് ആളെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ആളുടെ ഓരോ ദിവസത്തെ ഡേ ടു ഡേ നോക്കുമ്പോൾ നമുക്കറിയാം, ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും റിക്കവറി ആയോ അല്ലയോ എന്നുള്ളത്. ഇനി
Next, patient in whom immediate threat is lessened but needs close observation can either be discharged to wards or intermediate care areas depending on need for ICU beds. അല്ലെ, ഇപ്പൊ നമുക്കറിയാം ചില പേഷ്യൻസ് ICUല് അഡ്മിഷൻ ICUയിൽ അഡ്മിറ്റ് ആണെങ്കിൽ പോലും ചില പേഷ്യൻസിന് ചിലപ്പോൾ 2 days കൊണ്ട് റിക്കവറി ആകാം അല്ലെ. ഇപ്പൊ ആള് ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നൊരു പേഷ്യന്റ് ആയിക്കോട്ടെ, ചിലപ്പോ മരുന്ന് നല്ല രീതിയിൽ അയാളിൽ ഇഫക്ട് ചെയ്യാം, ചിലവരിൽ മരുന്ന് ചിലപ്പോ മെഡിസിൻ ഇഫക്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്, രോഗത്തിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചായിരിക്കാം. ചില പേഷ്യൻസ് 2 days കൊണ്ട് റിക്കവറി ആവാം, ചിലർ 5 days ആവും റിക്കവറി ആവാനായിട്ട്. അപ്പൊ അങ്ങനെ റിക്കവറി ആയാൽ പോലും പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു വാർഡിലോട്ട് നമ്മൾ ആളെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അതായത് ICUവിന്റെ ക്രിട്ടിക്കൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ആളെ നമ്മൾ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അങ്ങനെ വരുന്ന ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ICU പിന്നെ റിക്കവറി ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ദിവസം ആളെ അവിടെ ICU തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ എന്ത് ചെയ്യും, വാർഡിലേക്കാണ് നേരിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി പേഷ്യൻസ് ഇൻ whom death is agreed to impending event intensive care is continued again kept in ICU depending on availability of resources അല്ലെ. ഇനിയിപ്പോ ഓൾറെഡി ഒരു വ്യക്തി ഇപ്പൊ അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നു, എന്നിട്ട് ICU തന്നെ തുടർന്ന് പോവുകയാണ്. ഇപ്പൊ ഒരു 2 days കഴിഞ്ഞു, അല്ലെങ്കിൽ 5 days കഴിഞ്ഞു, 1 week കഴിഞ്ഞിട്ട് പോലും റിക്കവറി ആകുന്നില്ല ആള്, എന്താണ് ഇപ്പൊ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ചെറിയൊരു റിക്കവറി പോലും വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോ ചികിത്സയിൽ തുടരുകയാണെങ്കിൽ പോലും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥകളുണ്ട് ഓരോ ഇതിലും. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അങ്ങനെ മരണം സംഭവിക്കുമെന്ന് ഓൾറെഡി നമുക്ക് ഡോക്ടേഴ്സ് പറയും അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഡിസ്ചാർജ് ആക്കാനായിട്ട് സാധിക്കും. കാരണം ICUയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അത് റിക്കവറി ആകുന്നില്ല, 1 week മാക്സിമം ഡോക്ടേഴ്സ് നോക്കും. അതായത് ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യും, ഡീറ്റെയിൽ മോണിറ്ററി അങ്ങനെ സിസ്റ്റത്തിലൊക്കെ നോക്കും റിക്കവറി ആകുന്നുണ്ടോ അല്ലയോ എന്ന്. അപ്പൊ അങ്ങനെ ആകുന്നില്ല, ചിലപ്പോൾ മരണം വരെ ഈ ICUയിൽ ഓൾറെഡി വെച്ച് സംഭവിക്കാം എന്നുള്ള തരത്തിലൊക്കെ ആണെങ്കിൽ ആളെ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കും. നമ്മൾ ഡിസ്ചാർജിങ് പ്രൊസീജിയേഴ്സ് നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഇൻചാർജ് ഇൻ ICU. ഇനി ഇൻചാർജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ICUയിൽ ഒരു ഇൻചാർജ് ഉണ്ടാവാം, ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകാം. അപ്പൊ എന്തൊക്കെയാണ് ആ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പോയിന്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഇസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ. അതായത് അഡ്മിനിസ്ട്രേറ്റീവിലെ ഒരു യൂണിറ്റിലെ പ്രതിനിധിയായിട്ടാണ് ഈ ICU ഇൻചാർജ് വർക്ക് ചെയ്യേണ്ടത്. അതായത് റെപ്രസെന്റേറ്റീവ് ഒരു പ്രതിനിധി ആയിട്ടാണ് അല്ലെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവിലെ യൂണിറ്റിലെ ഒരു പ്രതിനിധി ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യേണ്ടത്. ഇനി പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ അല്ലെ, അതായത് ഒരു പരിചരണത്തിന്റെ കെയറിങ്ങിന്റെ തുടർച്ച നൽകണം അല്ലെ. ആ സ്റ്റാഫ് ആയിരിക്കണം പിന്നെ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ക്ലിനിക്കൽ കെയർ നൽകേണ്ടത് ഈ ICU ഇൻചാർജ് ആയിരിക്കണം. ഇനി അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instruction not only regarding patient care but also for use of unfamiliar equipment. അപ്പോ രോഗി പരിചരണം മാത്രമല്ല അല്ലെ, രോഗിയെ പരിചരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. രോഗി പരിചരണം കൂടാതെ ജൂനിയർ സ്റ്റാഫ് നീഡഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടോ, അല്ലെങ്കിൽ രോഗി പരിചയമില്ലാത്ത എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോ ആ എക്യുപ്മെന്റ്സ് ഉപയോഗം സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ ഈ ജൂനിയർ സ്റ്റാഫിന് നൽകേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് ICU ഇൻചാർജിന്. നെക്സ്റ്റ് വരുന്നത് is responsible for purchasing and servicing of ICU equipment. ICU equipmentsന്റെ പർച്ചേസിംഗ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആർക്കാണ്, ഇൻചാർജിനാണ്. സർവീസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് എപ്പോഴും നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. പുതിയ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും പുതിയ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അങ്ങനെ വാങ്ങിക്കുന്നതും പർച്ചേസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ സർവീസിന് കൊടുക്കേണ്ടതും ചുമതല ആർക്കാണ്, ICU ഇൻചാർജിനായിരിക്കും. should initiate research and be recognized as an authority. ഇനി റിസർച്ചുകൾ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഗവേഷണങ്ങളൊക്കെ ആരംഭിക്കേണ്ടതും അല്ലെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിട്ട്
അതോറിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഇൻചാർജസ്, ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്, അല്ലെ? അതായത് എല്ലാ ചികിത്സയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റെജിമെന്റ്സ് ജീവനക്കാരുമായിട്ടൊക്കെ ഒരു അവലോകനം ചെയ്യണം, അല്ലെ? ഇപ്പൊ ഉത്തരവാദിത്തം വഹിക്കുന്നത് ഇൻചാർജ് ആണ്. പക്ഷേ ICUല് നമുക്കറിയാം വേറെ മറ്റു സ്റ്റാഫുകൾ ഉണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ ഒരു അവലോകനം ചെയ്യണം. ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവരായിട്ടും കൂടി ചർച്ച ചെയ്തൊക്കെ അവലോകനം ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി ICU ഇൻചാർജിന് ഉണ്ട്. നിങ്ങളൊന്ന് അതിന്റെ മലയാളം ഏകദേശം ഒന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് മലയാളം ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇപ്പൊ നമ്മളുടേതായ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, അല്ലെ? നമുക്ക് മനസ്സിലാക്കാം, നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. ഇനി ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരം എന്തൊക്കെയാണ് നമുക്ക് എൻഷുർ ചെയ്ത് നൽകുന്നതെന്ന് നോക്കാം. ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. നമുക്കറിയാലോ, നോർമലി പേഷ്യന്റിന് സേഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കണം അവർ ഫസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റല്. ഇനി സഫീഷ്യന്റ് റിസോഴ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. റിസോഴ്സ് വേണം. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും വേണം, അല്ലെ? ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിനുള്ള സജ്ജീകരണം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെ? ചിലപ്പോൾ ആ രോഗിയുടെ മരണം വരെ അവിടെ സംഭവിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം എല്ലാ റിസോഴ്സസിനും. ഇനി നെക്സ്റ്റ് വരുന്നത് ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. നമ്മൾ പറഞ്ഞു ഒരു നഴ്സിംഗ് ടീം ഉണ്ടാവും, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവാം, അല്ലെ? എക്യുപ്മെന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാകാം. അങ്ങനെ നമ്പർ ഓഫ് സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഒരു ടീം തന്നെ വേണം. ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെ? എൻവയോൺമെന്റ് കൊടുക്കുക, വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കണം, സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സസിന്റെ ടീം ആയിരിക്കണം. ഇനി ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ICUയിലെ പേഷ്യൻസിന് എന്ന് പറയുന്നത് കെയർ എപ്പോഴും നൽകണം, അല്ലെ? അവർക്ക് ഡേ ടു ഡേ ഇതിനകത്തും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അവർലി പോലും ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ നൽകുക. ഇനി ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്, അല്ലെ? ക്വാളിറ്റി അഷുറൻസിനുള്ള പ്രോഗ്രാംസ് ഒക്കെ അവരൊന്ന് ക്രിയേറ്റ് ചെയ്യുക. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. നമ്മൾ പറഞ്ഞു അഡ്മിഷനുള്ള പ്രൊസീജിയർ നമ്മൾ പോയിന്റുകൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം കാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യുമോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലാസ് ഡിസ്റ്റർബൻസ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICUയിൽ ഒരു സെക്രട്ടറി ഉണ്ടാവും. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ്, എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ഫസ്റ്റ് പേഴ്സൺ. ഒരു ICUയിലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സെക്രട്ടറി ആണ്, ICU സെക്രട്ടറി ആണ്. Whom family members and visitors meet when coming in ICU. നമ്മള് ഒരു ICUയില് നമുക്കറിയാം നോർമലി ഒരു ബൈസ്റ്റാൻഡറിന് മാത്രം, അത് അത്യാവശ്യത്തിന് മാത്രം അവർ ICUയിലോട്ട് അലൗഡ് ഉള്ളൂ, അല്ലെ? അപ്പൊ ഈ ബൈസ്റ്റാൻഡർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് വിസിറ്ററിനെ മീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ICU സെക്രട്ടറി ആണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ബൈസ്റ്റാൻഡർ ചെന്ന് മീറ്റ് ചെയ്യുന്നതും നമ്മളുടെ അല്ലെങ്കിൽ രോഗിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുന്നത് ഈ സെക്രട്ടറിയോടായിരിക്കും. ഇനി എന്താണ് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്? അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജ് പ്രോപ്പർലി, അല്ലെ? കോൾസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മെസ്സേജസ് അല്ലെങ്കിൽ രോഗിയിൽ വരുന്ന റിക്കവറിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസിന്റെയോ എന്തെങ്കിലുടെയോ ഒക്കെ അങ്ങനെ വരുന്നത് എന്തിലായിരിക്കണം? അത് ഒരു സെക്രട്ടറിയുടെ കടമയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത്
accountable for greeting them, listening to determine what client requires. ക്ലയന്റിന്റെ റിക്വയേഴ്സ് അനുസരിച്ചായിരിക്കണം സെക്രട്ടറി ചെയ്യേണ്ടത് കാര്യങ്ങൾ. ക്ലയന്റ് പറയുന്നത് അനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. The secretary is liable to answer basic questions and provide general information such as visiting hours for ICU. ICU നമുക്ക് നോർമലി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ തന്നെ ഒരു വിസിറ്റിംഗ് ടൈം ഉണ്ട്. ആ ടൈമിൽ മാത്രമേ നമുക്ക് രോഗിയിലെ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ ICUലും അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റിംഗ് അവേഴ്സിന്റെ ടൈം ഉണ്ട്. പക്ഷെ ബൈസ്റ്റാൻഡർ ചിലപ്പോ ഒരാൾക്കോ അങ്ങനെ ബൈസ്റ്റാൻഡർ ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അവർക്കുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്കുള്ള ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഇന്ന ടൈമിൽ കയറാം, അല്ലെങ്കിൽ എന്താണ് വിസിറ്റേഴ്സിന്റെ ടൈം ഇതാണ് അലൗഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ പുറത്ത് പോയി മെഡിസിൻസ് വാങ്ങിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച അല്ലെങ്കിൽ പുറത്ത് ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കുന്നത് ഈ സെക്രട്ടറി ICU സെക്രട്ടറി ആയിരിക്കും. If cannot provide information concerning the medical status of a patient, in the secretary who helps point customers in the right direction and refer them to other staff members if needed. അതായത് മറ്റു സ്റ്റാഫുകൾക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാറ്റസ് പേഷ്യൻസിന് നൽകുന്നതും മറ്റു സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അതിനുള്ള ഈ രോഗികളുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഡയറക്ഷൻ കൊടുക്കുന്നതും സജഷൻ കൊടുക്കുന്നതൊക്കെ ഈ ICU സെക്രട്ടറി ആയിരിക്കും. ഇനി ലാസ്റ്റ് 3 പോയിന്റും കൂടി നോക്കാം. പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബർത്ത് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. നമ്മൾ പറഞ്ഞു മോണിറ്ററിൽ രോഗിയുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ക്ലറിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലറിക്കൽ ആയിട്ടുള്ള ഇപ്പൊ എന്താണ് ഇപ്പൊ ഓരോ സെക്ഷനും ഓരോ ചാർജസ് ഉണ്ടല്ലോ. അപ്പൊ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതും ഇപ്പൊ നമുക്ക് ഇപ്പൊ ICU എന്ന് പറയുമ്പോൾ 1 ഡേ ആയിരിക്കും, 1 ഡേ ചാർജ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ചാർജസിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതും പിന്നെ ബെഡ് സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ, ആളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതൊക്കെ കമ്പ്യൂട്ടറിൽ ക്ലറിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മള് ഈ സെക്രട്ടറി ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഇനി മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ് അല്ലെ. ഫയൽസ് നമ്മൾ പറഞ്ഞു നേരത്തെ ഓരോ ദിവസവും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒരു റെക്കോർഡ് തയ്യാറാക്കും, ഒരു സമ്മറി തയ്യാറാക്കും അല്ലെ. ഓരോ ഡീറ്റെയിൽസ് എടുക്കുന്നതും അങ്ങനെ പേഷ്യൻസിന്റെ ഒരു റെക്കോർഡ് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? ആ ഫയലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഉത്തരവാദിത്തം ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഇനി വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസ്. ഇനി മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ എന്താണ് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ICU സെക്രട്ടറിക്കുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങള് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 8 പോയിന്റ് ആണ് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു 5 പോയിന്റ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം അല്ലെങ്കിൽ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 എണ്ണം. നിങ്ങൾക്ക് ഏതാണോ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അതിന്റെ ഒന്ന് മലയാളം മീനിങ് ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ രീതിയിൽ അത് നമുക്ക് നോട്ട്സ് തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം ഓരോ സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് നോട്ട്സ് കരുതാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറെങ്കിലും കയ്യിൽ പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറിച്ചിടാൻ പറ്റുമെങ്കിൽ ഒരു ലെക്ചർ നോട്ട് പോലെയോ അങ്ങനെ ഒന്ന് എഴുതിയിടുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്ര വരെയാണ് എടുക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ICU പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, കോമൺ ടൈപ്സ് പറഞ്ഞു, സ്റ്റാഫിംഗ് എങ്ങനെയാണ്, അഡ്മിഷൻ ക്രൈറ്റീരിയ നോക്കി, ഡേ ടു ഡേ പ്രൊസീജിയർ, ഡിസ്ചാർജിങ് പ്രൊസീജിയേഴ്സ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങള്, ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. എല്ലാത്തിലും നിങ്ങൾ അത്യാവശ്യം എല്ലാ പോയിന്റും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കുന്നത് അല്ലെങ്കിൽ ഏതാണോ പെട്ടെന്ന് കിട്ടുന്ന പോയിന്റുകൾ അതൊന്ന് ഓർത്തു വെക്കാം. നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു PDF ആയിട്ട് അയച്ചു തരും കേട്ടോ. നോട്ട്സ് ഈ സ്ക്രീനിൽ കാണുന്ന നോട്ട്സ് നിങ്ങൾക്ക് സെയിം ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ.
ക്ലാസ്സിന് ശേഷം. ഓക്കെ, ഓൾറെഡി അയച്ചിട്ടുണ്ട് PDF. അയച്ചിട്ടുണ്ടോ? ക്ലാസ് റൂമിലുണ്ട് ഓൾറെഡി. ഓക്കെ, ഇന്നലെ തന്ന 2 PDF-ലുണ്ട് അത്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അപ്പൊ കിട്ടിക്കാണല്ലോ എല്ലാവർക്കും. ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ വെച്ച് നിങ്ങളത് ഇന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞങ്ങൾ ഇന്ന് തന്നെ നോക്കാം, കാരണം അത് നമുക്ക് എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണിത്. അപ്പൊ നമുക്ക് നോർമലി അറിയാവുന്നതൊക്കെയാണ്. വന്നാലും ജസ്റ്റ് നോക്കാം. ഈ പോയിന്റ്സുകൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രിന്റഡ് കോപ്പി ആണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ലെക്ചർ നോട്ട് പോലെ ഈ പോയിന്റ്സ് ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ കോമൺ ടൈപ്പ് ഓഫ് ICUവിൽ നിങ്ങൾ ആ ഒരു ഹലോ മാം. ഹലോ മാം. ഓക്കെ ഹലോ മാം. പറഞ്ഞു. ഞാൻ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ക്ലാസ് റൂമിൽ അത് PDF എനിക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റണില്ല. ഞാൻ വർക്ക് ചെയ്യണതാണ്. അത് കാരണം എനിക്ക് 9:30 to 4:30 ഡ്യൂട്ടി ടൈം. ഇന്ന് കുറച്ച് ലേറ്റ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇന്ന് കയറാൻ പറ്റിയത്. എനിക്ക് അങ്ങനെ ഒന്നും കയറാൻ പറ്റില്ല. അപ്പൊ ഇല്ല, കിട്ടിയിട്ടില്ല. എനിക്ക് അത് ക്ലാസ് റൂമിൽ നിന്ന് എടുക്കാൻ പറ്റണില്ല. ക്ലാസ് റൂമിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്നലത്തെ ക്ലാസ് മോക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ, അത് തരാട്ടോ. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? മോക്ക് ടെസ്റ്റ് കിട്ടാത്തത് അയച്ചു തരാട്ടോ എല്ലാവർക്കും. മോക്ക് ടെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ എടുക്കാൻ പറ്റും? പിന്നെ വേറെ ഏതെങ്കിലും സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ക്ലാസ് റൂമിൽ നിന്ന് ക്ലാസ് റൂം ഓൺ ആവാനേ പറ്റണില്ല, ഓൺ ആക്കാനേ പറ്റണില്ല. എനിക്ക് നോട്ട്സും കിട്ടിയിട്ടില്ല. ഇന്നത്തെ സിലബസ് മാത്രമേ ഉള്ളൂ കയ്യില്. മാഡം, ഈ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണില്ലല്ലോ. സെയിം സിറ്റുവേഷൻ മാം. റെക്കോർഡ് ക്ലാസ് ക്ലാസ് റൂമിലുണ്ട്. ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അതില് ക്ലാസ് റൂമിൽ PDF വന്നിട്ടില്ല, ഓപ്പൺ ആവുന്നില്ല അത്. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് തരുമോ? എനിക്ക് പൈസ 12 മറ്റേന്നിട്ട് തരുമോ? ഹലോ, ഹലോ എന്നെല്ലാവരും എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. മാഡം നാളെ വരുമോ? നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ എല്ലാ നോട്ട്സും സെൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ എല്ലാ നോട്ട്സും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് വന്നിട്ടുണ്ട്. ചിലർക്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം വീണ്ടും. അത് PDF റീഡറിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഗൂഗിൾ ക്ലാസ് റൂമിലും ബാക്കി കുറെ പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാത്തതിന്റെ കുഴപ്പമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിന്ന് ഓൾറെഡി നോട്ട്സ് സെൻഡ് ചെയ്ത് അപ്പൊ നമുക്ക് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നോട്ട് നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും അവിടെ. പിന്നെ മോക്ക് ടെസ്റ്റുകള് നേരത്തെ ചോദിച്ചു. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കില്ലേ ചാപ്റ്റർ വൈസ് ആണ് ഇനി തരുന്നുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് അറിയിച്ചേക്കണേ കേട്ടാ. അതായത് ഒരു ചാപ്റ്റർ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ വരിക. അത് ഓരോ ടീച്ചേഴ്സും അവരുടെ ആ ചാപ്റ്റർ കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒരുമിച്ചായിരിക്കും ഇട്ടുതരിക. ഓക്കെ, ക്ലിയർ ആയോ? നോട്ടുകൾ ഓൾറെഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ മാത്രം നോട്ട്സ് ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഒരു 35 ചാപ്റ്ററുകൾ ഉണ്ട്. നിങ്ങൾ ചാപ്റ്ററിന്റെ ആ നമ്പറിന് യാതൊരു ഇമ്പോർട്ടൻസും ഇവിടെ ഇല്ല. ചാപ്റ്ററിന്റെ ഹെഡിങ് ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്ററുകൾ അവരെടുക്കുന്ന ചാപ്റ്ററും അവിടെ ഉണ്ടോ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ ഉണ്ടോ എന്ന് നോക്കുക. ആ ചാപ്റ്റർ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്ലാസ്സുകളിൽ കയറുക. നമ്മൾ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഇങ്ങനെ നോട്ട് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സമയം ഒത്തിരി അവിടെ പോകുകയാണ്. നിങ്ങളുടെ ക്ലാസ് എടുക്കുന്ന സമയം കുറെ പോകും. മനസ്സിലായോ? വെറുതെ നമ്മുടെ സമയം കളയാൻ പറ്റില്ല.
ചിലപ്പോ ഒരാൾക്ക് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമുള്ള കംപ്ലൈന്റ് ആയിരിക്കാം. അതനുസരിച്ച് നമ്മൾ ഒത്തിരി ആളുകളുടെ സമയം വെറുതെ കളയണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ആഫ്റ്റർ ദ ക്ലാസ് കേട്ടാ. ക്ലാസ്സിന് ശേഷം മാത്രം നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചർക്കും അത് ഡിസ്റ്റർബൻസ് ആകും. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയല്ലോ? മേഡം, അന്നന്നത്തെ ക്ലാസ് അന്നന്ന് വൈകുന്നേരം ഇട്ട് തരുമോ? റെക്കോർഡഡ് ക്ലാസ്സുകൾ രാവിലെ ആണോ? റെക്കോർഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി ഇട്ട് തരാറുണ്ടല്ലോ. അത് ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈകുന്നേരം രാത്രിയാ ഇടാൻ പറ്റുമോ മേഡം? ഓക്കെ, അങ്ങനെ നമ്മളെ രാവിലെ അത് കിട്ടുള്ളൂ കേട്ടോ ക്ലാസ്. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ഇന്നലെ ഒന്ന് നോക്കാം. നോട്ട്സ് പ്രിന്റ് എടുക്കാത്തവരൊന്ന് ജസ്റ്റ് പ്രിന്റ് എടുത്തൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മിസ്സിന്റെ പേരെന്താ ക്ലിയർ ആയില്ലായിരുന്നു. മേഡം, ഇത് മറ്റേ ലിങ്കിലും കൂടി ഇടാൻ സാധാരണ ഈ മീറ്റിന്റെ ഒക്കെ ഇത് ഇട്ട് തന്നാ ലിങ്കിലേക്ക് ഇട്ട് തന്നൂടെ നോട്ട്സ്?